പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കുടുംബ തകർച്ചകളും കടബാധ്യതകളും രോഗാവസ്ഥകളും ഒക്കെ കടന്നു വരുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അമ്മ ഈശോയോട് നിരന്തരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബവുമായിട്ട് സംസാരിക്കാനിട വന്നപ്പോൾ ഈ കുടുംബത്തിൽ വലിയ കുഴപ്പമില്ലാതെ പ്രാർത്ഥനയും പള്ളിപ്പോക്കൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ ഇവരോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി ഒരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വരും എന്നിങ്ങനെ ഇവരിത് പറയുന്നത് കേട്ടപ്പോൾ ഇവർ അമ്മയും മക്കളുമൊക്കെ കൂടി ഈ കൂട്ടായ്മയിൽ പോയി പങ്കെടുത്തു. കൂട്ടായ്മയിൽ പോയി പങ്കെടുത്തതിന് ശേഷം കൂട്ടായ്മ നയിക്കുന്ന ആൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഭാവിയൊന്നും മുൻപോട്ട് കാണുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ബന്ധനങ്ങളുണ്ട്, തിന്മയുടെ ശക്തി നിങ്ങളുടെ കൂടെ നടപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഭാവി മുൻപോട്ട് എന്താണെന്നൊന്നും പറയുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഒത്തിരി കുടുംബത്തിൽ ബന്ധനങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഇവരെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, മലയാറ്റൂർ മല 9 തവണ വീട്ടിൽ നിന്ന് പോയി നടന്നു പോയി കയറണം, അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറും. ഇന്ന പള്ളിയിൽ നടന്നു പോയി പ്രാർത്ഥിക്കണം, അത് കിലോമീറ്ററുകൾ ദൂരമുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് കേട്ടപ്പോൾ പേടിയായി. അങ്ങനെ ഈ അമ്മയും മക്കളും കൂടി നടന്ന് മലയാറ്റൂർ മലയൊക്കെ പോയി കയറി പ്രാർത്ഥിച്ചു. 9 തവണ പ്രാർത്ഥിച്ചതിന് ശേഷം കുടുംബത്തിലേക്ക് മറ്റ് അനുഗ്രഹങ്ങളോ പ്രത്യേകിച്ച് ഒന്നും കടന്നു വന്നില്ല. അതിനുശേഷം ഈ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അവർ പള്ളിയിൽ പോക്ക് നിർത്തി. കാരണം അവർ പറയുന്നത്, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രാർത്ഥനയ്ക്ക് പോലും കർത്താവ് ഉത്തരം തന്നില്ല, അതുകൊണ്ട് ഞങ്ങളിനി പ്രാർത്ഥനയെ നിർത്തി എന്ന് പറഞ്ഞ് ഇവർ വീട്ടിലിരിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. കാരണം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും, ഭാവി മുൻപോട്ടൊന്നും കാണുന്നില്ലെന്ന്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെപ്പറ്റി ഉള്ളതെല്ലാം എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കണ്ണടച്ചിരിക്കുന്ന വ്യക്തിക്ക് മുൻപോട്ടുള്ള ഭാവി കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അത് കേട്ട് നിരാശയിലേക്ക് പോകുന്ന ഇവരുടെ കാര്യം എന്താ? നിരാശയിലേക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ളവർ പറയുന്നത് കേട്ട് നിരാശയിലേക്ക് പോകരുത്. ജെറമ്യാ 29:11 വചനം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ പറ്റിയൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനമൊക്കെ ഉള്ളപ്പോൾ ആരെയിലൂടെയും ഇരുന്നല്ല ബന്ധനം കൊണ്ട് കേട്ടുകൊണ്ട് നിങ്ങളുടെ ഭാവി ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ നിരാശപ്പെട്ട് പോകാൻ വേണ്ടിയുള്ളവരല്ല നമ്മളൊക്കെ. പ്രിയപ്പെട്ടവരെ, ഞാനെന്തോ പറയുമ്പോൾ ഇതുപോലെ നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, നമ്മൾ നമ്മുടെ പാപങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി രോഗാവസ്ഥയിലൂടെ ഒരു രോഗാവസ്ഥ കടന്നു വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം, ഇത് എന്താണ് രോഗമെന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോ നാവിലിരിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ട് ഈശോ എനിക്ക് ഈ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റം തരണം എന്നിങ്ങനെ പ്രാർത്ഥിക്കണമെന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സഹോദരി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പോയി ടെസ്റ്റ് ചെയ്തു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശ്രയിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. ബന്ധനമുണ്ടെന്നും അല്ലെങ്കിൽ ഭാവി മുൻപോട്ടില്ല എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ പോയി കുമ്പസാരിക്കണം. അതിനുശേഷം കുർബാനയിൽ ഈശോയെ സ്വീകരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ദിവികാരൻ്റെ സന്നിധിയിൽ നിന്ന് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് കൂടെ ഈശോയുടെ സാന്നിധ്യം, ജീവിക്കുന്ന ഈശോ നമ്മളെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ഓരോ കാര്യങ്ങൾ പറയുകയും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കൂട്ടായ്മകളിലൊക്കെ പോയി ഭാവിയില്ല, അല്ലെങ്കിൽ മുൻപോട്ടൊന്നും കാണുന്നില്ല, ബന്ധനത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിട്ട് ഈശോയിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇതുപോലെയൊക്കെയുള്ള 9 തവണയൊക്കെ മലയാറ്റൂർ മലയെ കയറി വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടിയുള്ളവരല്ല. ഈശോയോടെയുള്ള ആ സ്നേഹത്തെ പ്രതി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറുവാൻ വേണ്ടിയാണ് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബന്ധനത്തെയും കെട്ടുകളെയും ഒക്കെ തകർത്ത്
ഈശോ ഉത്ഥാനം ചെയ്ത് നമ്മൾ ആ ഒരു ഉത്ഥാനത്തിൻ്റെയൊക്കെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള നെഗറ്റീവ് മെസ്സേജുകൾ കേട്ട് നിരാശയിലേക്ക് പോകാൻ വേണ്ടിയുള്ളവരല്ല. നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പടയാളികളുടെ കാവലിനും കല്ലറയുടെ ഉറപ്പിനും ഈശോയുടെ ഉയർപ്പിനെ തടയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവാനുഗ്രഹത്തിന് ഈ ലോകത്തിലുള്ള ഒരു തിന്മയുടെ ശക്തിക്കും തടയാൻ സാധിക്കുകയില്ല. അതിപ്പം ഏത് ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി, അതൊന്നും വിശ്വസിക്കരുത്. കാരണം ബന്ധനത്തിലല്ല, കിട്ടിലല്ല നമ്മളെ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യത്തിലൂടെ ഈശോ മരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.